ഗൃഹാതുരതയുടെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അത് പൂർവ്വകാലത്തിൻ്റെ മാധുര്യമുള്ള സ്മരണകളായി മാറാറുമുണ്ട്. അതിൽ പലപ്പോഴും നമ്മളുടെ സംസ്കാരത്തിൻ്റെ ചിഹ്നം എന്നതുപോലെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒന്നാണ് കത്തെഴുതുന്ന ശീലം. അകലെയെങ്ങോ ജോലിക്കായോ പഠനത്തിനായോ പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കത്തെഴുതി വിശേഷങ്ങൾ അറിയിക്കുന്ന ശീലം ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നതാണ്. കത്തിനുള്ള മറുപടിക്ക് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പിന് ഒരു സുഖം തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം എന്തെന്നില്ലാത്ത ആശങ്കയും ഓരോ കത്തിലും നിറഞ്ഞിരുന്നു. കത്തെഴുത്ത് ഒരു സർഗാത്മക സൃഷ്ടിയായി തന്നെ പരിഗണിക്കാറുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കത്തുപാട്ട് എന്ന പേരിൽ ഒരു ഗാനശാഖ പോലും മലയാളത്തിൽ ഉണ്ടായിരുന്നു. വികാരങ്ങളും വിചാരങ്ങളും വിശേഷങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും ആശങ്കകളും അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇരുപുറം പശ ചേർത്തൊട്ടിച്ച കത്തിനുള്ളിൽ അടക്കം ചെയ്തിരുന്നത്. അതൊക്കെ ഒരു കാലമായിരുന്നു. ദിവസങ്ങളോളം മറുപടി കത്തുമായി എത്തുന്ന പോസ്റ്റ്മാനെ കാത്തിരിക്കുന്നതും ആ ഒരു കാലത്തെ മാധുര്യമുള്ള ഓർമ്മകളായി മാറിയിരിക്കുന്നു. വിവരസാങ്കേതിക വിദ്യയുടെ വികാസം തപാൽ സർവീസിനെ ബാധിച്ചതോടെ കത്തെഴുത്ത് എന്ന സാങ്കേതിക വിദ്യയ്ക്കും ഇടിവ് സംഭവിച്ചു. അകലങ്ങളെ വേഗത കീഴടക്കിയപ്പോൾ ദിവസങ്ങളായുള്ള കാത്തിരിപ്പിനും വിരാമമായതോടെ കത്തുകളും ഇല്ലന്റുകളും നമ്മളുടെ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു. അതിനിടയിലാണ് പലർക്കും രസകരമായ ഒരു വിനോദമെന്ന നിലയിൽ തപാൽ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്ന ശീലവും ഉണ്ടായത്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സ്റ്റാമ്പുകൾ വർഷങ്ങളായി ശേഖരിക്കുന്നത് ചിലരുടെ ഒരു വിനോദമായിരുന്നു. അതൊക്കെയും ഇന്ന് ഓർമ്മകളായി മാറിയിരിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന തപാൽ സർവീസിനെ ഓർക്കുന്നതിനായി ഒരു ദിവസമുണ്ട്. അത് ഒക്ടോബർ മാസം 9. ഇനി അതിൻ്റെ വിശേഷങ്ങൾ പറയാം. രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗികമായ ഇടപാടുകൾക്കായി 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്ന സംവിധാനത്തിന് തുടക്കമാകുന്നത്. ഇത് UN അംഗരാജ്യങ്ങൾക്കിടയിലെ തപാൽ നയങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെയും ലോകമെമ്പാടുമുള്ള തപാൽ ശൃംഖലയെ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ആരംഭിച്ചത്. 192 അംഗരാജ്യങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. UPUവിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ബേണാണ്. ഇത് 1974 സ്ഥാപിതമാകുമ്പോൾ ഈ സംഘടനയുടെ പേര് ഇതായിരുന്നില്ല. ജനറൽ പോസ്റ്റൽ യൂണിയൻ എന്ന പേരിലായിരുന്നു ഇത് രൂപീകരിച്ചത്. തുടർന്ന് 1978 സംഘടന യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്ന് പുനർനാമകരണം ചെയ്തത്. അതേസമയം UPU സ്ഥാപിക്കുന്നതിന് മുൻപ് കത്തുകൾ കൈമാറുന്ന രാജ്യങ്ങൾ തമ്മിൽ തപാൽ ഉടമ്പടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കത്തുകൾ നേരിട്ട് നൽകുന്നതിനുള്ള ഒരു കരാർ അന്ന് ഇല്ലാതിരുന്നതിനാൽ തന്നെ ഒരു ഇടനില രാജ്യത്തിലൂടെ ഇത്തരം കത്തിടപാടുകൾ നടത്തേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനായി ഒരുക്കിയിരുന്ന തപാൽ ക്രമീകരണങ്ങൾ പക്ഷേ അതിസങ്കീർണമായിരുന്നു എന്ന് വേണം കരുതാൻ. കപ്പലുകൾ മാത്രമായിരുന്നു കത്തിടപാടുകൾക്കുള്ള ഏക മാർഗമായി അന്നുണ്ടായിരുന്നത്. കപ്പലിൻ്റെ ഗതിമാർഗവും വലിപ്പവും അനുസരിച്ച് തപാൽ തുകയിലും ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറികടന്നുകൊണ്ട് ഒരു ഏകീകരണത്തിനായി അതിലെത്തിച്ചേരാനായി യുണൈറ്റഡ് സ്റ്റേറ്റ് പോസ്റ്റ് മാസ്റ്റർ ജനറലായിരുന്ന മോണ്ട്ഗോമറി ബ്ലെയർ 1863 ഒരു തപാൽ കോൺഗ്രസിന് ആഹ്വാനം ചെയ്തു. എങ്കിലും അത് പരാജയത്തിലാണ് അവസാനിച്ചത്. പലർക്കും അതിലെ നിബന്ധനകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതേസമയം 1874 ജർമ്മൻ പോസ്റ്റ് മാസ്റ്റർ ജനറലായിരുന്ന ഹെൻറിച്ച് വോൺ സ്റ്റീഫൻ മറ്റൊരു അന്താരാഷ്ട്ര തപാൽ കോൺഗ്രസിന് ആഹ്വാനം ചെയ്തു. സ്വിറ്റ്സർലൻഡിലെ ബേണിൽ നടന്ന തപാൽ കോൺഗ്രസിൽ ഹെൻറിച്ച് വോൺ സ്റ്റീഫന്റെ എല്ലാ നിർദ്ദേശങ്ങളും പ്രതിനിധികൾ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ 1874 ഒക്ടോബർ മാസം 9 ബേൺ ഉടമ്പടി ഒപ്പുവെച്ചു. ലോകത്തെവിടെയും ഒരു കത്തയക്കുന്നതിന് ഏകീകൃത ഫ്ലാറ്റ് നിരക്ക് ഉണ്ടായിരിക്കണം. തപാൽ അധികാരികൾ വിദേശ ആഭ്യന്തര തപാലുകൾക്ക് തുല്യ പരിഗണന നൽകണം. ഓരോ രാജ്യവും അന്താരാഷ്ട്ര തപാൽ ചെലവിനായി ശേഖരിച്ച മുഴുവൻ പണവും നിലനിർത്തണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു അല്ലെങ്കിൽ നിർദ്ദേശങ്ങളായിരുന്നു അന്ന് ഒപ്പുവെച്ചത്. അങ്ങനെയാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്ന സംഘടനയ്ക്ക് തുടക്കമാകുന്നത്. അതേസമയം ലോക തപാൽ ദിനത്തിന് തുടക്കമാകുന്നത് 1969 അന്ന് മുതൽ തന്നെ ലോകരാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും നടത്തി വരുന്നുണ്ട്. 1969 ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന UPU കോൺഗ്രസിലാണ് ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആഘോഷിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇതിൽ ഇന്ത്യയുടെ പങ്ക് നമുക്ക് മറക്കാൻ കഴിയില്ല. കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്ന ആനന്ദ് മോഹൻ നെരുലെയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അന്നു മുതൽ ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആഘോഷിച്ചു വരികയാണ്. ഈ ദിവസം വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ലോകരാജ്യങ്ങൾ നടത്തി വരുന്നത്. പ്രത്യേക തരത്തിലുള്ള വിപുലമായ സ്റ്റാമ്പ് ശേഖരണങ്ങളുടെ പ്രദർശനം നടത്തുക, തപാൽ ദിനവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുക, യുവജനങ്ങൾക്ക് വേണ്ടി അന്താരാഷ്ട്ര കത്തെഴുത്ത് മത്സരങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ പരിപാടികളാണ് നടത്തി വരുന്നത്. ഇങ്ങനെയെല്ലാം
നമുക്കിടയിൽ നിന്ന് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന വായ തുറന്ന് കവലകളിലിരിക്കുന്ന ചുവന്ന പെട്ടിയെ നമുക്കും ഓർക്കാം. കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സുഗമമായ നടത്തിപ്പിനുമായി ലോകരാജ്യങ്ങളെടുത്ത പ്രയത്നത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം.